നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ ചില നെഗറ്റീവായിട്ടുള്ള വ്യക്തികളുടെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ തകർച്ച കാണണം, നിങ്ങളുടെ തോൽവി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ചിലർ നിങ്ങൾക്ക് ചുറ്റും നിലകൊള്ളുന്നതായിട്ടാണ് കാണുന്നത്. അവർ കടുത്ത അസൂയയും മത്സരബുദ്ധിയും നിറഞ്ഞ മനസ്സുള്ളവരാണെന്നാണ് കാണുന്നത്. ഇവിടെ അത്തരം മനോഭാവമുള്ള ഒന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ ആളുകൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായിരിക്കാം. അവർ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു ശത്രുവല്ല, മറിച്ച് നിങ്ങളുടെ കൺമുന്നിൽ തന്നെ നിങ്ങളുമായിട്ട് നേർക്കുനേർ മത്സരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തികളാണെന്നാണ് കാണുന്നത്. ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളെ പൂർണ്ണമായിട്ടും തോൽപ്പിക്കണം, നിങ്ങളെങ്ങനെയും വേദനിക്കണം എന്നുള്ള ക്രൂരമായിട്ടുള്ള ചിന്തകൾ ഉണ്ടെന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ നിങ്ങളുടെ തകർച്ച ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ എനർജിയായിട്ട് കാണുന്നത് അവർ ഭയത്തോടെയും സംശയത്തോടെയും ജീവിക്കുന്ന ഒരു ആളാണെന്നാണ്. ജീവിതത്തിൽ പല തിരിച്ചടികളും പരാജയങ്ങളും അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. അത്തരം മുറിവുകളും പരാജയങ്ങളും ഇപ്പോഴും അവർ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്. അവരുടെ ജീവിതം വളരെയധികം ഭാരവും സമ്മർദ്ദവും നിറഞ്ഞതാണെന്നുള്ളതാണ് കാണുന്നത്. അതായത് പല വിധത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും മൂലം അവർക്ക് ജീവിതം ഒരു ഭാരമേറിയ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു തരത്തിലും സന്തോഷം അനുഭവിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ വ്യക്തി എപ്പോഴും കലഹങ്ങളും തർക്കങ്ങളുമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ആളാണെന്ന് കാണുന്നുണ്ട്. ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള നിരാശ, വേദന, അസൂയ, തോൽവി ഇവയൊക്കെയാണ് നിങ്ങളോടുള്ള ആ ഒരു ശത്രുത കൂടാനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ തകർച്ച, വേദന ഇവയൊക്കെ കാണാനായിട്ട് അവർ ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്. ഇവിടെ അവർ നോക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാമുണ്ട്. അതായത് നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷമുണ്ട്, നിങ്ങളെ സ്നേഹിക്കാനും പിന്തുണയ്ക്കാനും ധാരാളം ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്, പല നല്ല കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവരിൽ വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷേ പുറമേ നിന്ന് നോക്കുമ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളുടെ ജീവിതം വളരെ നല്ലതാണ്, നിങ്ങളുടെ ജീവിതം സന്തോഷം നിറഞ്ഞതാണെന്ന് തോന്നാം. കാരണം സങ്കടങ്ങളായാലും പ്രശ്നങ്ങളായാലും ഒന്നും നിങ്ങൾ പുറമേ കാണിക്കാറില്ല, ആരോടും നിങ്ങൾ പറഞ്ഞ് നടക്കാറുമില്ല. എന്നാൽ ശരിക്കും നിങ്ങളെന്ന വ്യക്തി വളരെയധികം ബുദ്ധിമുട്ടിലൂടെയും വേദനകളിലൂടെയും നഷ്ടബോധത്തിലൂടെയും ഒക്കെ കടന്നു പോകുന്ന ഒരു ആളാണെന്നാണ് കാണുന്നത്. എന്നാൽ അതൊക്കെ നിങ്ങളിൽ മാത്രം ഒതുക്കി നിർത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കാറുണ്ട്, അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതും. അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങളിപ്പോൾ വളരെ ശക്തമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ വഴിയിൽ ഉറച്ചു നിന്നാൽ മാത്രം മതി. നിങ്ങളുടെ തകർച്ച ആഗ്രഹിക്കുന്നവർ സ്വയം എല്ലാം അവസാനിപ്പിക്കും എന്നുള്ളതാണ്. ഇവിടെ അവരുടെ അസൂയ ഒരിക്കലും നിങ്ങളെ തകർക്കില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ അവരുടെ ജീവിതമെന്ന് പറയുന്നത് ധാരാളം ഉത്തരവാദിത്തങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും നിറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു ഭാരത്താൽ അവർ തളർന്ന് പിന്നോട്ട് പോവും എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളെ വേദനിപ്പിച്ച ഒരു വലിയ ചക്രം ഇപ്പോൾ അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. എല്ലാ വേദനകളെയും പിന്നിലാക്കിക്കൊണ്ട് നിങ്ങൾ പുതിയൊരു തുടക്കത്തിലേക്ക് കടക്കാൻ പോകുന്നു എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. മുമ്പ് നെഗറ്റീവായിട്ടുള്ള വ്യക്തികളും സാഹചര്യങ്ങളുമൊക്കെ നിങ്ങളെ തളർത്തിയിരുന്നെങ്കിൽ
ഇനി ഒന്നിനും നിങ്ങളെ തകർക്കാനോ തളർത്താനോ കഴിയില്ലെന്നുള്ളതാണ്. കാരണം നിങ്ങളിലേക്ക് മനോബലം, ആന്തരിക ശക്തി ഇവയൊക്കെ എത്തിച്ചേരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിലേക്ക് പുതിയൊരു അവസരം എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഒരുപക്ഷെ നിങ്ങൾ മുമ്പ് തള്ളിക്കളഞ്ഞതോ അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്നതോ ആയിട്ടുള്ള ഒരു ഓഫർ വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിനെ നിങ്ങൾ മനസ്സ് തുറന്ന് സ്വീകരിച്ചാൽ അത് നിങ്ങളുടെ ജീവിത ദിശ തന്നെ മാറ്റുന്ന ഒന്നായിരിക്കുമെന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. അതിൽ നിന്നും നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ലഭിക്കും എന്നുള്ളതാണ്. അതായത് പ്രപഞ്ചം തന്നെ നിങ്ങളെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. കൂടാതെ ഇവിടെ എന്തെങ്കിലും കാര്യങ്ങളിൽ പെട്ടെന്ന് തീരുമാനമെടുക്കേണ്ട അല്ലെങ്കിൽ പറയേണ്ടയൊക്കെ ഒരു സാഹചര്യം നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ തിടുക്കം കാണിക്കാതെ ശാന്തമായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക എന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. അതായത് സമയമെടുത്ത് നിങ്ങൾ കാര്യങ്ങളെ സമീപിച്ചാൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശരിയായിട്ട് വന്ന് ചേരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള കുറ്റബോധം, ഭയം, പഴയ വേദനകൾ ഇവയൊക്കെ ഉണ്ടെങ്കിൽ അത് പതുക്കെ നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്നും കാണുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ നിങ്ങളെ മുന്നോട്ട് പോകാനായിട്ട് പറ്റാത്ത രീതിയിൽ പിടിച്ച് നിർത്തിയിരുന്നെങ്കിൽ ഇനി അതിൽ നിന്നും മാറി ഇനിയും ഞാൻ മുന്നോട്ട് പോകും എന്നുള്ള ആത്മവിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉയരുന്നതായിട്ടാണ് കാണുന്നത്. കൂടാതെ ഇതുവരെ നിങ്ങൾക്ക് വ്യക്തത കിട്ടാതിരുന്ന പല കാര്യങ്ങളിലും ഒരു വ്യക്തത കിട്ടുന്നുണ്ട്. തെറ്റ്, ശരി ഇവയൊക്കെ തിരിച്ചറിയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ജീവിതം വിജയത്തിൻ്റെ ആ ഒരു പാതയിലാണ് ഉള്ളതെന്നാണ്. അവിടെ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാ തരത്തിലുമുള്ള നെഗറ്റീവ് എനർജിയും നിങ്ങളെ വിട്ടുപോയി ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള ധാരാളം മാറ്റങ്ങൾ വന്ന് ചേരും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക. കൂടാതെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.